കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രിക്ക് തന്നെ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നോട്ടീസ് കിട്ടുകയുണ്ടായി. സാധാരണ ഒരു മുഖ്യമന്ത്രിക്ക് ഇനി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ നിന്നൊരു നോട്ടീസ് ലഭിച്ചാൽ അത് വലിയ തോതിൽ പ്രതിപക്ഷം ഒരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ അത് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരം വിഷയങ്ങൾ വലിയ തോതിൽ പ്രതിപക്ഷം പോലും ഉയർത്തി കാണിക്കുന്നില്ല. അല്ലെങ്കിൽ പ്രതിപക്ഷം ഉയർത്തി കാണിക്കുന്നത് തന്നെ മുഖ്യമന്ത്രി എന്തെങ്കിലും കുറ്റം ചെയ്തു എന്നുള്ള മട്ടിൽ പോലുമല്ല. പകരം BJP ഗവൺമെൻറ് ഇത് യഥാർത്ഥത്തിൽ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വഴി നോട്ടീസ് ഇഷ്യൂ ചെയ്തേക്കുന്നത് മുഖ്യമന്ത്രിയെയും ഭരണപക്ഷത്തെയും ഒക്കെ സഹായിക്കാനാണ് എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സംശയം തോന്നാം. ഇപ്പോൾ പോലീസ് ഒരാൾക്ക് നോട്ടീസ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോലെ ഒരു നാഷണൽ ഏജൻസി ഒരു മുഖ്യമന്ത്രിക്ക് നോട്ടീസ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അത് സഹായകമാകുക എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പ്രേക്ഷകരൊക്കെ പലരും കരുതുന്നത് പോലെ കിഫ്ബി എന്ന് പറയുന്നത് 2016 പിണറായി വിജയൻ അധികാരത്തിലേറ്റതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു സ്ഥാപനമല്ല. അത് 1999 തന്നെ സ്ഥാപിക്കപ്പെട്ടതാണ്. ഇ.കെ. നായനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്താണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ പേര് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ പർപ്പസ് ആയിട്ടുള്ള ഒരു ബോർഡാണത്. ആ ബോർഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്നും മസാല ബോണ്ടുകൾ ഇറക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു 9.25% പലിശക്കൊക്കെ തന്നെ നിരവധി പണം സമാഹരിച്ചിരുന്നു. ഏതാണ്ട് 2000 കോടിയോളം രൂപ അത്തരത്തിൽ സമാഹരിക്കുകയുണ്ടായി. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ കോടികളോളം രൂപ സമാഹരിച്ചപ്പോൾ തന്നെ വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു. ആ വിമർശനം എന്ന് പറയുന്നത്, ഈ പറയുന്ന നമ്മുടെ സഹകരണ ബാങ്കുകളിൽ നിന്ന് പോലും ഇതിനേക്കാൾ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കിട്ടുമായിരുന്നു, പിന്നെ ഗവൺമെൻറ് എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു കാര്യത്തിന് പോയത് എന്ന് പറയുന്നൊരു വിമർശനമുണ്ടായിരുന്നു. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് വളരെ ടെക്നിക്കലായിട്ടുള്ളൊരു വിമർശനമാണ്. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്ന ഫെമ നിയമവുമായി ബന്ധപ്പെട്ട് ഇത് വിദേശത്ത് നിന്ന് പണം കൊണ്ടുവരുന്ന ചില ലീഗൽ ഈ പറയുന്ന പോലെ കാര്യങ്ങൾ അത് കംപ്ലൈ ചെയ്തില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നിയമപരമായി അനുഷ്ഠിക്കേണ്ട അല്ലെങ്കിൽ ചില അനുമതികളൊന്നും നേടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാര്യം, ഞാനിത് TM തോമസ് ഐസക് എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുൻ ധനകാര്യമന്ത്രിയുമായി തന്നെ ഞാൻ നേരത്തെ വിശദമായി ചർച്ച ചെയ്തിരുന്നതാണ്. അപ്പോൾ ചർച്ച ചെയ്തിരുന്നപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ അന്ന് അദ്ദേഹത്തോട് ചോദിച്ചത്, ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബഡ്ജറ്റിൽ നിന്ന് അകത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട് ഇത് ചെയ്യാതെ എന്തിനാണ് കിഫ്ബി എന്ന് പറയുന്ന ഒരു മറ്റൊരു ബോർഡ് രൂപീകരിക്കുകയും അത് യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഡിറ്റിൽ പെടാതിരിക്കുകയും യഥാർത്ഥത്തിൽ അതെടുക്കുന്ന കടം പോലും ഗവൺമെൻറ്റേതല്ലാതായി മാറുകയും ചെയ്യുന്നില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊരു ചെറിയ അഭ്യാസമല്ലേ കാണിച്ചത് എന്ന് ഞാൻ TM തോമസ് ഐസക്കിനോട് ചോദിച്ചിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹം എനിക്ക് കൃത്യമായി തന്നൊരു മറുപടി എന്ന് പറയുന്നത്, ഈ ധനകാര്യ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും ലൂപ്പ് ഹോളുകളെയും സാധ്യതകളെയും ഒക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാൻ യഥാർത്ഥത്തിൽ ധനകാര്യമന്ത്രിയായിരുന്നു രതീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ വരവ് ചെലവ് കണക്കുകൾ എഴുതി വെക്കേണ്ട ഒരാളല്ല. പകരം കേരളം ഡെവലപ്പ് ചെയ്യുന്നതിന്, കേരളം വികസിക്കുന്നതിന് എന്ത് വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് അതിൽ ചില നിയമത്തിലെ ലൂപ്പ് ഹോളുകളൊക്കെ മറികടക്കാൻ വേണ്ട തന്ത്രങ്ങളുമൊക്കെ തന്നെ ചെയ്യുന്ന ഒരാളാണ് എന്നാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ കൺവിൻസിംഗ് ആയി തോന്നി. എൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത്, ഈ കിഫ്ബി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ ഏതാണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ പോലെ 1.5 ലക്ഷം കോടി രൂപ ആ കിഫ്ബി വഴി കടമെടുക്കുകയും ആ കടമെടുത്ത കിഫ്ബി വഴി ഇൻഫ്രാസ്ട്രക്ചറായിട്ടുള്ള വലിയ വികസനങ്ങൾക്ക് കേരളം തുടക്കമിടുകയും ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പം നാഷണൽ ഹൈവേയുടെയൊക്കെ സ്ഥലമെടുപ്പിൽ പോലും അവരുടെ പണമുണ്ട്. അത്തരത്തിൽ വലിയ തോതിൽ പണം അതുവഴി ചെലവഴിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നോട്ടീസ് വന്നതിന് ശേഷവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗൾഫിലുള്ള ഒരു പരിപാടിയിൽ അദ്ദേഹം മറുപടി പറഞ്ഞേക്കുന്നത്, കഴിഞ്ഞ 10 കൊല്ലങ്ങൾ കൊണ്ട് കിഫ്ബി വഴി നടത്തിയത് 1.5 ലക്ഷം കോടിയുടെ വികസനമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, നേരത്തെ കിഫ്ബിയുടെ ഈ കടമെടുപ്പ് ഒരിക്കലും സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പിനോടൊപ്പം ചേർക്കില്ലായിരുന്നു. അപ്പം നമുക്ക് ആ പരിധികളിൽ, കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിക്കുന്ന പരിധികളിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ തവണകളിൽ അങ്ങനെയല്ല. കിഫ്ബി കടമെടുക്കുന്നതും കൂടി സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിലേക്ക് ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അത്ര വലിയ മെച്ചമൊന്നും കിഫ്ബി കൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇതെന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഈ നോട്ടീസ് പോലും പിണറായി വിജയനെ സഹായിക്കാനാണ് എന്ന് പറയുന്നത് വെച്ചാൽ, രാഷ്ട്രീയമായി 2 കാരണങ്ങളുണ്ട്. ഒന്ന്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഒരു കാലത്തും കോൺഗ്രസ്സിന് നാഷണൽ ലെവലിൽ അതിനെ അംഗീകരിക്കാനോ അനുകൂലിക്കാനോ കഴിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ പലപ്പോഴും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു നോട്ടീസിനെ വിശ്വസിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ഒരു പടയൊരുക്കം നടത്താൻ കഴിയില്ല. ഒന്ന്.
രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് കേരളത്തിൽ നടന്നിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ചയാകും എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളും നിൽക്കുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ വളരെ ആകസ്മികമായ, വളരെ ഈ പറയുന്ന പോലെ നമ്മളെ സംബന്ധിച്ച് വളരെ ജുഗുപ്സാവഹമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്. ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു നോട്ടീസ് കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗത്തിന് കിട്ടുന്നു. പക്ഷേ അത് കിട്ടുന്നപ്പോൾ പോലും ഇത് CPM-ഉം BJP-യും തമ്മിലുള്ള ഒരടവ് നയമാണെന്നും ഇത് ഇപ്പോൾ ചർച്ചയാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ പിണറായി വിജയനെ സഹായിക്കാനാണെന്നുള്ള ഒരു ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ചില ധൂർത്തുകളും ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഡോക്ടർ KM എബ്രഹാം എന്ന് പറയുന്ന IIT-യിൽ നിന്ന് പഠിച്ചിറങ്ങിയ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഒരാളെ അപ്പം തന്നെ കിഫ്ബിയുടെ ഹെഡായി നിയമിക്കുകയും അദ്ദേഹത്തിന് ഏതാണ്ട് 3-3.5 ലക്ഷം രൂപ ശമ്പളമടക്കം കൊടുക്കുകയും ആ ശമ്പളം തന്നെ ഓണറേറിയമായി കൊടുക്കുകയും ആ ഓണറേറിയം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ 1.5 ലക്ഷം രൂപ പെൻഷൻ കിട്ടുന്നത് മേടിക്കാൻ തടസ്സമില്ലാതിരിക്കുകയും ചെയ്യും. അതിനാണ് ഈ ഓണറേറിയം കൊടുക്കുന്നത്. ശമ്പളമാണെങ്കിൽ 2 പണം ഒരുമിച്ച് കൈപ്പറ്റാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള വലിയ സൗകര്യങ്ങളും വലിയ കാറുകളും വലിയ അധികാര പദവികളും ഒക്കെ അദ്ദേഹത്തിന് ഓഫർ ചെയ്യുന്നതിനും ആ കിഫ്ബിയിൽ ഇത്തരത്തിലുള്ള നിരവധി നിയമങ്ങൾ നടത്തുന്നതിനുമൊക്കെ ഇത് സർക്കാരിനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, നിരവധി പണം മറ്റു പല മേഖലകൾ വഴിയും ചെലവഴിച്ചിട്ടുണ്ട്. അതെല്ലാം കിഫ്ബിയിലൂടെയാണ്. യഥാർത്ഥത്തിൽ അത് സംസ്ഥാന സർക്കാരിന് നേരിട്ട് ചെലവഴിക്കാവുന്ന കാര്യമാണ്. പക്ഷേ കിഫ്ബി ആകുമ്പോൾ കുറച്ചുകൂടി ലിബറലായി അത് ചെലവഴിക്കാനും കുറച്ചുകൂടി വേഗതയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനും പറ്റും എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഈ മസാല ബോണ്ട് ഇറക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കേസും നോട്ടീസും ഒക്കെ തന്നെ വലിയ തോതിൽ ചർച്ചയാവാത്തത്. ഇനി ചർച്ചയാക്കാൻ വളരെ ധൈര്യത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന തോമസ് ഐസക് നിൽക്കുന്നത്. കാരണം അദ്ദേഹത്തിന് 2-3 തവണ നോട്ടീസ് കിട്ടുകയും അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല, അത് കൊടുക്കാൻ തയ്യാറായില്ല. വേണമെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറയുകയും അദ്ദേഹം അതിനെയൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ ഹൈക്കോടതിയിലേക്ക് പോവുകയും ഹൈക്കോടതി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് ഇതൊന്നും സമർപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു രീതിയുമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഈ രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റുമുട്ടലും യഥാർത്ഥത്തിൽ CPM-നെയും അതുപോലെ പിണറായി വിജയനെയും ഒക്കെ സഹായിക്കും എന്നുള്ളതാണ് ചരിത്രം കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തോമസ് ഐസക് പറയുന്നത് ഇതിൽ ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നയപരമായ തീരുമാനത്തിൻ്റെ പേരിലാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിനോ ഒരു നോട്ടീസിനോ ഞാൻ മറുപടി കൊടുക്കാൻ പോകുന്നില്ല എന്നാണ്. ഇനി പിണറായി വിജയൻ അത്തരത്തിലുള്ള നിലപാടെടുക്കുമോ എന്ന് മാത്രമേ നമുക്ക് കാത്തിരുന്ന് കാണാനുള്ളൂ. പക്ഷേ തോമസ് ഐസക്കിന് ആ നിലപാടെടുക്കാം, കാരണം അദ്ദേഹം മുൻ ധനമന്ത്രിയാണ്. പക്ഷേ പിണറായി വിജയൻ അങ്ങനെ നിലപാടെടുക്കാൻ കഴിയില്ല, കാരണം അദ്ദേഹം ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നോട്ടീസിനോട് പ്രതികരിക്കേണ്ടി വരും. പക്ഷേ കാത്തിരുന്ന് കാണാം എന്താകുമെന്ന്. പക്ഷേ ഒരു കാര്യം വളരെ അത്ഭുതകരമാണ്, അത് യഥാർത്ഥത്തിൽ ഒരു നോട്ടീസ് കൈപ്പറ്റിയിട്ടും ഒരു ഏതാണ്ട് കുറ്റവാളിയായി ചിത്രീകരിച്ച് അല്ലെങ്കിൽ അതിന് ഒരു വിവരം തേടാൻ വേണ്ടി പോലും ഒരു നോട്ടീസ് കൊടുത്തിട്ടും പിണറായി വിജയനെതിരെ ഒരു തരത്തിലുള്ള ആക്രമണവും ഉണ്ടാകുന്നില്ല BJP-യുടെ ഭാഗത്തുനിന്നും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.